ആരായിരുന്നു വി ഡി സവർക്കർ? രാജ്യത്തെ എല്ലാ കുട്ടികളും വി ഡി സവർക്കർ ആരായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഈ കാലഘട്ടത്തിൽ ഇത്തരം അറിവുകൾ അനിവാര്യമാണ്. വി ഡി സവർക്കറെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പാഠപുസ്തകങ്ങളിലും പരീക്ഷകളിലുമെല്ലാം തന്നെ വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന കേരളത്തിലും ഇത്തരം ചോദ്യങ്ങൾ വരുന്നു. ഇത്തരം ചോദ്യങ്ങൾ വരണം, ഉത്തരങ്ങളും വരണം, പക്ഷേ എല്ലാം സത്യസന്ധമായിരിക്കണം. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും അധികം കാലം ജയിലിൽ കിടന്നത് വി ഡി സവർക്കറാണോ? ഇതാണ് യാഥാർത്ഥ്യം. വസ്തുതാപരമായി തെറ്റാണ്. സവർക്കറെ ആദർശവൽക്കരിക്കാനുള്ള വളരെ ആസൂത്രിതമായ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടാണ് സവർക്കർ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന ആളാണെന്നും വളരെ ത്യാഗഭരിതമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രമുള്ള ആളാണെന്നൊക്കെയുള്ള ഒരു വ്യാജമായ ആദർശവൽക്കരണമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അയോധ്യദാസിനെ പോലുള്ള ആളുകളൊക്കെ എഴുതിയ ചരിത്രത്തിൽ 1919-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ നടന്ന ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒറീസ, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ UP പോലുള്ള ഇന്നത്തെ സംസ്ഥാനം, പഴയ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് കർഷക വിപ്ലവകാരികളായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടി ജയിലിൽ പോയി 37-40 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചവരുണ്ട്. എന്നുമാത്രമല്ല 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യ പാദത്തിൽ തന്നെ ഇന്ത്യയിൽ നടന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം, സഖാവ് EMS ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എന്നുള്ള പുസ്തകത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ സവർക്കറേയും പ്രതിപാദിക്കുന്നുണ്ട്. അതെടുത്തിട്ടാണ് ഇപ്പോൾ RSകാർ എന്ത് പറയുന്നത്, EMS ഇയാളുടെ ദേശീയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ത്യാഗത്തെ, ജയിൽ ജീവിതത്തെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. എന്താ വസ്തുത എന്ന് പറഞ്ഞാൽ അനുശീലൻ സമിതി, യുഗാന്തർ തുടങ്ങിയിട്ടുള്ള ബംഗാളിലെ വിപ്ലവ സംഘടനകളിൽപ്പെട്ട ഇപ്പോൾ ത്രൈലോക്യനാഥ് ചക്രവർത്തിയെപ്പോലുള്ള ആളുകൾ, അവരൊക്കെ 37 വർഷക്കാലം ജയിലിൽ കിടന്ന ആളുകളാണ്. അപ്പോൾ സവർക്കർ ജയിലിൽ കിടന്നു എന്നുള്ളൊരു വസ്തുതയാണ്. എപ്പോൾ അദ്ദേഹം ദേശീയവാദിയായിരുന്ന കാലത്താണ് അദ്ദേഹം മറാത്തി യുവാക്കളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സായുധ സമരം നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പാണ് നാസിക് ഡിസ്ട്രിക്ട് കളക്ടറെ വധിക്കുന്നത്. ആ ഗ്രൂപ്പാണ് കഴ്സൺ വാലിയെ വധിക്കുന്നത്. ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായിരുന്ന കഴ്സൺ വാലിയെ വധിക്കുന്നത്. ഈ കേസുകളിലെ ഗൂഢാലോചനയിലാണ് പ്രതിയാവുന്നത് മിസ്റ്റർ സവർക്കർ പ്രതിയാവുന്നത്. സവർക്കർ പിടിക്കപ്പെട്ടതിന് ശേഷം വിചാരണ നടന്നു. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. 50 വർഷത്തെ ജീവപര്യന്തത്തിലാണ് ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഇദ്ദേഹം അന്തമാൻ ജയിലിലെത്തിയ ഉടനെ തന്നെ, സെല്ലുലാർ ജയിലിലെത്തിയ ഉടനെ തന്നെ ആദ്യം ചെയ്തത് എന്താണ്? ഞാൻ ഇനിയും സമരം തുടരും, നിങ്ങളെന്നെ എത്ര കാലം ജയിലിട്ടാലും പ്രശ്നമല്ല എന്ന് പറയല്ലേ ചെയ്ത് സമ്പൂർണ്ണമായി കീഴടങ്ങി ബ്രിട്ടീഷ് റാണിക്ക്, വിക്ടോറിയ റാണിക്ക് മാപ്പപേക്ഷ എഴുതുകയാണ്. വി ഡി സവർക്കറുടെ ജീവിതത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയിരുന്ന ആദ്യഘട്ടം. 2, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ പ്രവർത്തിച്ച 2ാം ഘട്ടം. ഇതിലെ 2ാം ഘട്ടം പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ടാണ് ചിലരിപ്പോൾ സവർക്കറെ വലിയ ധീരദേശാഭിമാനിയായി ചിത്രീകരിക്കുന്നത്. വി ഡി സവർക്കർ മഹാരാഷ്ട്ര സ്വദേശിയാണ്. നാസിക്കിലെ ഒരു സനാതന ചിത്പാവൻ ബ്രാഹ്മൺ. 11ാം വയസ്സിൽ തന്നെ കലാപകാരിയായി. 1894-ൽ സഹപാഠികളെ സംഘടിപ്പിച്ച് നാസിക്കിലെ ഭാഗൂരിൽ ഒരു മുസ്ലിം പള്ളി ആക്രമിച്ചു. അങ്ങനെ ഹിംസാത്മകമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആദ്യ പഥികരിൽ ഒരാളായി. വിദ്യാർത്ഥിയായിരിക്കെ അഭിനവ് ഭാരത് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി. ഇതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കഴ്സനെ കൊലപ്പെടുത്തിയ കേസിൽ ബ്രിട്ടീഷ് കോടതി 50 വർഷക്കാലത്തേക്ക് സവർക്കറെ ശിക്ഷിച്ചത്. അങ്ങനെയാണ് സവർക്കറെ അന്തമാനിലെ സെല്ലുലാർ ജയിലിലടച്ചത്. സവർക്കർ തൻ്റെ ജയിൽ ജീവിതം ഇത്ര വർഷമായി തന്നെ മോചിപ്പിക്കണം, എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റെ സഹായ ആവശ്യമുള്ള കുടുംബാംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മേഴ്സി പെറ്റീഷനാണ് എഴുതിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സവർക്കറുടെ പെറ്റീഷൻ ഒരു ദയാഹർജിയായിരുന്നില്ല, മാപ്പപേക്ഷയായിരുന്നു. എന്താ ആ മാപ്പപേക്ഷയിൽ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ 6 അപേക്ഷകളും പരിശോധിച്ചാൽ അതെല്ലാം മാപ്പപേക്ഷ. എന്താ പറഞ്ഞത്? എന്നെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ
ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഞാൻ പിന്തിരിപ്പിച്ചുകൊള്ളാം, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണം ഇന്ത്യയിൽ നിലനിർത്താൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് എന്താണ്, ബ്രിട്ടീഷ് ക്രൗണിൻ്റെ മഹത്വത്തെക്കുറിച്ച് പുകഴ്ത്തുന്ന സ്തുതിവചനങ്ങളാണ് ആ മാപ്പപേക്ഷയിൽ മുഴുവനുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ്, ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി തനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് കുറ്റസമ്മതം നടത്തി ജയിലിൽ നിന്ന് വിട്ടുപോരാനാണ് ശ്രമിച്ചത്. അത് പരിഗണിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സെല്ലുലാർ ജയിലിൽ നിന്ന് രത്നഗിരി ജില്ലാ ജയിലിലേക്ക് മാറ്റുന്നത്. ആ ജില്ലാ ജയിലിൽ കുറച്ചു കാലം താമസിച്ചതിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ്റും സവർക്കറും തമ്മിലെത്തുന്ന ധാരണയനുസരിച്ചാണല്ലോ അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്തതിന് ശേഷം മാപ്പപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മോചിപ്പിച്ചതിന് ശേഷം ആ മോചനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും താനും തമ്മിലുണ്ടാക്കിയ ധാരണയിൽ എനിക്ക് അലവൻസ് തരാമെന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് തൻ്റെ നിത്യനിദാന ചെലവിന് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തനിക്ക് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രത്നഗിരി അന്നത്തെ ഡിസ്ട്രിക്ട് കളക്ടർക്ക്, ബ്രിട്ടീഷ് കളക്ടർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കത്തെഴുതുന്നുണ്ട്. ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അന്നത്തെ 60 രൂപ, ആലോചിച്ച് നോക്കണം, 1920 60 രൂപയാണ്. ആ 60 രൂപയുടെ ഇന്നത്തെ മൂല്യം കൂട്ടിയാൽ എന്താണ്, ലക്ഷക്കണക്കിന് ഉറുപ്പിക. അന്നത്തെ 60 രൂപ ബ്രിട്ടീഷ് ഗവൺമെൻറ് അലവൻസായി കൊടുത്തു. എന്തിനാണ് ഇദ്ദേഹത്തിന് അലവൻസ് കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം മുഴുവൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് ഉയർന്നു വരുന്ന ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ അസ്ഥിരീകരിക്കാൻ, അതിനെ ഡീസ്റ്റബിലൈസ് ചെയ്യാൻ, അതിനുവേണ്ടി എന്താണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കാൻ, ഹിന്ദുക്കൾ ഒരു രാഷ്ട്രമാണെന്ന വാദം അവതരിപ്പിക്കാൻ, അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയുടെ കരുവായി പ്രവർത്തിച്ചതിന് അദ്ദേഹം ആനുകൂല്യം പറ്റി. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അലവൻസ് കൊടുത്തു. അപ്പോൾ ആ അദ്ദേഹത്തെ ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അപ്സേഡാണ് അദ്ദേഹം ദേശീയവാദിയായിരുന്നു. EMS പുസ്തകത്തിൽ പറയുന്ന പോലെ അദ്ദേഹം ദേശീയവാദിയായിരുന്നു. ആ കാലത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കീഴടങ്ങി, അദ്ദേഹം ബ്രിട്ടീഷ് പാദസേവ ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്ത് മോചനം വാങ്ങി പുറത്തു വന്ന് ഇവിടെ ഹിന്ദു രാഷ്ട്രവാദം ഉന്നയിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ഹിന്ദു മുസ്ലിം എന്ന രീതിയിൽ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ദേശവഞ്ചകനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വിക്രം സമ്പത്തിൻ്റെ സവർക്കർ ജീവചരിത്രം മേടിച്ച് വായിക്കുകയുണ്ടായി. അപ്പോൾ പുറയിൽ മാപ്പപേക്ഷ അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട്. 10-20 പേജുണ്ട്, 7-8 മാപ്പുകളുണ്ട്. ഭാര്യ എഴുതിയത്, കുടുംബക്കാരെഴുതിയത്, മൂപ്പരായിട്ട് തന്നെ എഴുതിയത്. വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇത് വായിച്ച് മടുത്തിട്ടായിരിക്കും മൂപ്പരെ വിട്ടത് എന്നാണ്. കാരണം അത്രയും മാപ്പുണ്ട്, ഇത് അവസാനിക്കുന്നില്ല. അവസാനത്തെ മാപ്പിലൊരു വാക്യമുണ്ട്, ഡോക്ടറോട് പറഞ്ഞു, അവസാനത്തെ മാപ്പിൽ പറയുന്നത്, എന്നെ വിട്ടയച്ചാൽ എൻ്റെ മാത്രം പിന്തുണയല്ല, എൻ്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഉറപ്പ് തരാനായിട്ട് എനിക്ക് കഴിയും. ഇയാളാണ് കേട്ടോ നാളെ ഭാരതരത്നാവാൻ പോകുന്നത്. VD സവർക്കർ സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞ് ബ്രിട്ടീഷുകാരോട് മാപ്പിരക്കുമ്പോൾ ഒരിഞ്ച് പോലും തലകുനിക്കാതെ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട കുറേ പേരുണ്ടായിരുന്നു. അവർ സെല്ലുലാർ ജയിലിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായവരായിരുന്നു. പക്ഷേ അവരൊന്നും ഒരിഞ്ച് പോലും തല ഉരിച്ചില്ല. അവർ ധീരദേശാഭിമാനികളായിരുന്നു, അവർ രാജ്യസ്നേഹികളായിരുന്നു, അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. സവർക്കർ എന്താണ്, ഒരു ദേശവഞ്ചനയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, മിർജാഫറിൻ്റെയൊക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പം പ്ലാസിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ബംഗാൾ നവാബിൻ്റെ സൈന്യാധിപനായിരുന്നു മിർജാഫർ. പക്ഷേ മിർജാഫർ എന്താ ചെയ്തത്, ആ പോരാട്ടത്തെ, ബംഗാളിലെ ജനങ്ങളുടെ പോരാട്ടത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ സൈനിക മേധാവിയായിരുന്ന മിസ്റ്റർ മിർജാഫറെ വിലക്കെടുത്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ് വിലക്കെടുത്ത ആളാണ് ആര്, മിസ്റ്റർ സവർക്കർ. ആ അർത്ഥത്തിൽ അദ്ദേഹം ആദരിക്കപ്പെടേണ്ട ആളല്ല. അദ്ദേഹത്തെ ആദരിക്കാനുള്ള ഒരു പൊതു അന്തരീക്ഷം ഉണ്ടാക്കാൻ കേരളത്തിൽ പോലും ശ്രമം നടക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യ ക്വിസിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നത് എന്ന് നമ്മൾ കാണുന്നു. സംഘപരിവാർ
ബ്രിട്ടീഷിന്റെ ചെരുപ്പ് നക്കിയ ഒറ്റുകാരനെ വെള്ളപൂശ നോക്കുന്നു. വി ഡി സവർക്കറെ വലിയ രാജ്യസ്നേഹിയാക്കാൻ മത്സരിക്കുന്നവരെല്ലാം തന്നെ സവർക്കർ സെല്ലുലാർ ജയിലിൽ കിടന്ന് ബ്രിട്ടീഷുകാർക്ക് അയച്ച മാപ്പപേക്ഷകൾ വായിച്ചു കൊടുക്കണം. ഞാനിതാ മാപ്പ് പറയുന്നു, എന്നെ ജയിലിൽ നിന്നും മോചിപ്പിക്കണം എന്ന് മാത്രമല്ല സവർക്കർ പറഞ്ഞത്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബ്രിട്ടീഷുകാരുടെ പാദസേവകനായി, സ്തുതിപാഠകനായി ശിഷ്ടകാലം ജീവിക്കാമെന്നാണ് വി ഡി സവർക്കർ പറഞ്ഞത്. ബ്രിട്ടീഷുകാർക്ക് സവർക്കർ സമർപ്പിച്ചത് 6 മാപ്പപേക്ഷകൾ. സവർക്കറെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ചില ഉപാധികൾ വെച്ചു. ഇനി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകരുത്. തീർന്നില്ല, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്തുതിപാഠകനാകണം. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കണം. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലമാക്കണം. സവർക്കർക്ക് മാസം തോറും 60 രൂപ വീതം ജീവിത ചെലവായി സർക്കാർ നൽകും. ഈ വ്യവസ്ഥകളെല്ലാം വി ഡി സവർക്കർ അംഗീകരിച്ചു. അങ്ങനെ രാജ്യസ്നേഹികളെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ സവർക്കർ ബ്രിട്ടീഷുകാരുടെ സ്തുതിപാഠകനായി മാറി. ഒപ്പം രാജ്യത്ത് ചെറുതും വലുതുമായ കലാപങ്ങൾ ആസൂത്രണം ചെയ്തു. സവർക്കറുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഇര രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഗാന്ധി വധക്കേസിൽ 9ാം പ്രതിയാണ്. ദിഗംബർ ബാഡ്ഗെയും ശങ്കർ കിസ്തായിയും അതുപോലെ തന്നെ നാരായൺ ആപ്തെയും ഗോപാൽ ഗോഡ്സെയും നാഥുറാം ഗോഡ്സെയും ഒക്കെ ഗാന്ധി വധത്തിന് ഒരാഴ്ച മുമ്പ് ഇദ്ദേഹത്തെ പോയി കണ്ടു വരുന്നുണ്ട്. വിജയിച്ചു വരുമെന്ന് അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ നടപ്പിലാവല അയാളാണ്. പി എൻ ഗോപികൃഷ്ണൻ ഗോഡ്സെയെക്കുറിച്ച് എഴുതിയൊരു വാക്യമുണ്ട്. സവർക്കറുടെ തോക്കിൽ നിന്ന് പുറപ്പെട്ട വെടിയുണ്ടയാണ് ഗോഡ്സെ. ഗോഡ്സെ അല്ല തോക്ക്, ഗോഡ്സെ വെടിയുണ്ടയാണ്. പുറപ്പെട്ടത് സവർക്കറിൽ നിന്നാണ്. ആ പുറപ്പെട്ട വെടിയുണ്ട ഗാന്ധിയുടെ മാറിൽ വീണ് അവസാനിച്ചിട്ടുമില്ല കേട്ടോ. ഈ രാജ്യത്തിൻ്റെ മാറിലേക്ക് അത് നിരന്തരം സഞ്ചരിക്കുന്നുണ്ട്. ഗാന്ധി വധക്കേസിലെ 9ാം പ്രതിയായിരുന്നു സവർക്കർ. പക്ഷേ സവർക്കർ ശിക്ഷിക്കപ്പെട്ടില്ല. കാരണം ഗാന്ധി വധക്കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല നടന്നത്. സംഘപരിവാറുമായി കോൺഗ്രസ് പല ഘട്ടത്തിലും കൈകോർത്തു. ഇത്തരം നയങ്ങളാണ് സവർക്കർ എന്ന ഹിന്ദുത്വ ബിംബത്തിന് ഊർജം പകർന്നത്. ഇതിന്റെ പ്രത്യാഘാതമാണ് രാജ്യം ഇന്ന് അനുഭവിക്കുന്നത്. സംഘപരിവാറിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന കുറെ പച്ചക്കള്ളങ്ങളുണ്ട്. വി ഡി സവർക്കറെ വീർ സവർക്കർ എന്ന് വിളിച്ചത് AK ഗോപാലനാണത്രേ. അത് ഈ RSSകാർ, ഈ സോഷ്യൽ മീഡിയയിലിരുന്ന സംഘികളെ എന്തും വിളിച്ചു പറയും. സവർക്കർക്ക് വീർഭാവ പദവി നൽകിയത് സവർക്കർ തന്നെയാണ്. സവർക്കർ ജയിലിൽ കഴിയുന്ന കാലത്താണ് അദ്ദേഹം എന്ത് എഴുതിയത്? ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അതൊരു ജീവചരിത്ര കൃതിയാണ്. ആ കൃതി ആരുടെ പേരിലാണ് പ്രസിദ്ധീകരിച്ച്? ചിത്രഗുപ്തൻ എന്ന പേരിലാണ്. ഈ ആരായി ചിത്രഗുപ്തൻ? സവർക്കർ തന്നെയായിരുന്നു. പിന്നീട് അതിൻ്റെ 2ാം പതിപ്പ് ഇറക്കുമ്പോൾ അതിൻ്റെ പ്രസാധകനായിട്ടുള്ള രവീന്ദ്രദാസ് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു, ഈ ചിത്രഗുപ്ത എന്ന പേരിൽ ഈ പുസ്തകം എഴുതിയ ആൾ ആരാണ്? സവർക്കർ തന്നെയാണ്, മിസ്റ്റർ VD സവർക്കർ തന്നെയാണ്. അപ്പോൾ സ്വന്തം ജീവചരിത്രം സ്വയം തന്നെ എഴുതുക. എന്നിട്ട് ആ പുസ്തകത്തിൽ സവർക്കർ എന്താണ്, അത്ര മോശക്കാരനൊന്നുമല്ല, വീരനാണ് എന്ന് അയാൾ തന്നെ പറയാം. സവർക്കർ തന്നെയാണ് വീരപുരുഷനാക്കിയത്. EMS VD സവർക്കറെ വലിയ ദേശസ്നേഹിയും ധീരദേശാഭിമാനിയുമായെല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ലേഖനം എഴുതി എന്നതാണ് സംഘപരിവാറിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന മറ്റൊരു പച്ചക്കള്ളം. EMSൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പൊതുവേ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആയുധമെടുത്തുള്ള സമരം പ്രഖ്യാപിച്ച ഭീകരവാദ ഗ്രൂപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ചരിത്രപരമായി ആ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ രീതിയിലുള്ള വികാരം ഉണർത്തുന്നതിലൊരു പങ്കുണ്ട്. ആ അർത്ഥത്തിൽ ആ ഗ്രൂപ്പുകളെ എല്ലാം ആദരിക്കേണ്ടതാണ്. പക്ഷേ സവർക്കറുടെ പ്രശ്നം മറിച്ചാണ്. സവർക്കർ
ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് പോരാടാൻ തയ്യാറായി. ഓക്കെ, അതിനുവേണ്ടി അദ്ദേഹം പിസ്റ്റൾ സംഘടിപ്പിച്ചു, ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹം നാസിക് കലക്ടറായിരുന്ന മജിസ്ട്രേറ്റിനെ വധിക്കാൻ ആളുകളെ നിയോഗിച്ചു. പക്ഷേ ഇതിൽ അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താണ്, സമ്പൂർണ്ണമായി കീഴടങ്ങി. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് മാപ്പ് പറഞ്ഞു, മാപ്പ് എഴുതി കൊടുത്തു. അപ്പോൾ മാപ്പ് എഴുതി കൊടുത്ത ഒരാൾ ആദരിക്കപ്പെടേണ്ട ആളാണോ? ആ രീതിയിൽ അയാൾ ബഹുമാനം അർഹിക്കുന്നുണ്ടോ?